Hey guys, അപ്പോൾ ലാസ്റ്റ് മന്ത് ഞാൻ യൂസ് ചെയ്ത പ്രോഡക്റ്റ്സിൽ എൻ്റെ ഫേവറേറ്റ്സ് നിങ്ങൾക്ക് കാണിച്ചു തരട്ടെ. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ഫേവറേറ്റ് പ്രോഡക്റ്റ് വന്നിട്ട് ബാസ്കറ്റ് നേച്ചറിൻ്റെ ഈ ഒരു സിഗ്നേച്ചർ ഹെയർ ഓയിൽ. നാളെ മുമ്പ് ഞാൻ അപ്ലോഡ് ചെയ്ത എൻ്റെ ഒരു ഹെയർ കെയർ ഹോൾ വീഡിയോയിൽ ഞാൻ ഈ ഹെയർ ഓയിൽ നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അന്ന് ഞാൻ 200 ml ബോട്ടിലായിട്ട് യൂസ് ചെയ്യുന്നുണ്ടായിരുന്നു. എനിക്ക് അത്രയും ഇഷ്ടമായിട്ട് റിസൾട്ട് ഉണ്ടായിട്ട് ഞാൻ ഇപ്പോൾ ഒരു 500 ml ബോട്ടിൽ അത് റീസ്റ്റോക്ക് ചെയ്തു കേട്ടോ. മന്ത്ലി ഫേവറേറ്റ്സിൽ അടുത്ത പ്രോഡക്റ്റ് വന്നിട്ട് ഈ രണ്ട് ലിപ് ബാംസ് ആണ്. ഫസ്റ്റ് ലിപ് ബാം വന്നിട്ട് ഞാൻ നേരത്തെ ഹെയർ ഓയിൽ കാണിച്ച ഒരു സെയിം ബ്രാൻഡ് ബാസ്കറ്റ് നേച്ചറിൻ്റെ ഈ ഒരു ബീട്രൂട്ട് ലിപ് ബാം ആണ്. കംപ്ലീറ്റ്ലി നാച്ചുറൽ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടാണ് അവർ ഈ ഒരു ലിപ് ബാം പ്രിപ്പയർ ചെയ്തേക്കണേ. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഷെൽഫ് ലൈഫ് വളരെ കുറവാട്ടോ. 8 months ഉള്ളൂ ഇതിൻ്റെ ഒരു ഷെൽഫ് ലൈഫ്. പിന്നെ ഇതിൻ്റെ അകത്ത് ഒരു പിഗ്മെൻറ്റേഷൻ വരുന്നത് ബീട്രൂട്ടിൻ്റെ ആട്ടോ. ഞാൻ ഇത്രയും നാളെ യൂസ് ചെയ്തേക്കണേ ലിപ് ബാമിൽ എനിക്ക് ഏറ്റവും എഫക്റ്റീവായിട്ട് തോന്നിയത് ഒന്ന് ഈ ബാസ്കറ്റ് നേച്ചറിൻ്റെ ഈ ഒരു ലിപ് ബാമും അത് കഴിഞ്ഞിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടത് ഈ ഒരു സേലം അല്ലെങ്കിൽ സലീം അങ്ങനെയാണ് ഇതിനെ വിളിക്കണേന്ന് തോന്നുന്നത്. SALEM എന്നാട്ടോ ഇതിൻ്റെ ഒരു പേര് വന്നിട്ട് ഈ ഒരു ലിപ് ബാമാണ്. ഇതിന് പിഗ്മെൻറ്റേഷനൊന്നും ഇല്ല കേട്ടോ. പിന്നെ ചെറുതായിട്ട് ഒരു പ്ലംബിങ് എഫക്റ്റ് നമ്മുടെ ലിപ്സിൽ ലിപ് ബാം തരും. ഈ ഒരു സലീം വുഡു ലിപ് ബാമിലെ SPF 15 കൂടി ഉണ്ട് കേട്ടോ. ഈ രണ്ട് ലിപ് ബാംസും ലിപ്പിലെ പിഗ്മെൻറ്റേഷൻ കുറയ്ക്കാൻ എന്നെ ഹെൽപ്പ് ചെയ്തത്. എൻ്റെ അടുത്ത ഫേവറേറ്റ് പ്രോഡക്റ്റ് വന്നിട്ട് മിനിമലിസ്റ്റിൻ്റെ ഈ ഒരു അണ്ടർ ഐ ക്രീമാണ് കേട്ടോ. അണ്ടർ ഐ ക്രീംസിൽ ഈ ഒരു മിനിമലിസ്റ്റിൻ്റെ അണ്ടർ ഐ ക്രീമും അതേപോലെ തന്നെ ഡോട്ട് ആൻഡ് കിയുടെ പോമഗ്രാനൈറ്റ് വേരിയൻ്റ് വരുന്ന ഒരു അണ്ടർ ഐ ക്രീം ഇട്ടോ. അതിൻ്റെ പിക്ക് ഞാൻ ഇവിടെ കൊടുക്കാം. ആ ഒരു പ്രോഡക്റ്റും എനിക്ക് നല്ല റിസൾട്ട് തന്നിട്ടുണ്ട്. യൂസ് ചെയ്യുമ്പോൾ എപ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കുക, വളരെ കുറച്ച് ക്വാണ്ടിറ്റിയിൽ മാത്രം അണ്ടർ ഐസിൽ നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ അത്രേ ഉള്ളൂ ഗൈസ്, ബൈ.